Respected Chairman Varkey Abraham sir, respected board members, respected Principal Sunita Satish, respected teachers, respected parents, and my dear students. It's an honor and privilege to be a part of this August gathering. We are all here to celebrate the 35th annual day celebrations of Good Shepherd Public School. അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. 35 വർഷങ്ങൾ സ്തുത്യർഹമായി സേവനം പൂർത്തീകരിച്ച് ആഘോഷത്തിൻ്റെ ഭാഗമായി ഇവിടെ നിൽക്കുമ്പോൾ ഒരു സരസ്വതി ക്ഷേത്രത്തിൻ്റെ ജൈത്രയാത്ര 35 വർഷം പിന്നിടുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ കാര്യം തൊട്ട് ഞാൻ തുടങ്ങാം. ആദ്യമായി ഇത്ര പ്രോപ്പറായിട്ട് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഇതിലെ അധ്യാപകരെയും അനധ്യാപകരെയും വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും എല്ലാവരെയും ഞാൻ ആദ്യമായി അഭിനന്ദിക്കുന്നു. അതിമനോഹരമായി പ്രാർത്ഥനാ ഗീതം ആലപിച്ച വിദ്യാർത്ഥികളെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ അഭിനന്ദിക്കുന്നു. വെൽക്കം ഡാൻസ് അവതരിപ്പിച്ചത് അതിനൊരു കേരള എന്നതിനപ്പുറം ഒരു നാഷണൽ ലെവലിൽ പ്രസന്റ് ചെയ്യാൻ കഴിയുന്ന മനോഹരമായ നൃത്തരൂപമാണ് ഇവിടെ അവതരിപ്പിച്ചത്. അതിനുശേഷം തൻ്റെതായിട്ടുള്ള രീതിയിൽ സ്വാഗത പ്രസംഗം നടത്തിയ ശ്രീമതി സുനിത സതീഷ് തൻ്റെ ഡിക്ഷൻ കൊണ്ടും തൻ്റെ ഭാഷയുടെ ആ ശുദ്ധി കൊണ്ടും നമ്മളെ എല്ലാവരെയും തന്നെ നമ്മളെ കയ്യിലെടുത്തു. അഭിനന്ദനങ്ങൾ. ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് വർക്കി എബ്രഹാം സാറ് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ എനിക്കിവിടെ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം, അഭിസംബോധന ചെയ്തപ്പോൾ ഞാൻ മനഃപൂർവ്വം വിട്ടുപോയ ഒരു പേരാണ്. ഇവിടെ കറക്റ്റായിട്ട് പറഞ്ഞു, സെയിൻ വിത്ത് എ സ്റ്റെതസ്കോപ്പ് എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ച ഡോക്ടർ ഗംഗാധരൻ സാറിന്റെ കൂടെ ഒരു വേദി പങ്കിടുക എന്ന് പറയുന്നത് ഈശ്വരാനുഗ്രഹമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് സാറിന് അഭിസംബോധനയിൽ ഡോക്ടർ ഗംഗാധരൻ സാർ എന്ന് പറഞ്ഞ് നിർത്തുക എന്നതിനപ്പുറം അദ്ദേഹത്തെക്കുറിച്ച് ആമുഖമായി 2 വാക്ക് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. കറക്റ്റായിട്ടുള്ള വിശേഷണമാണ് നൽകിയത്, സെയിൻ വിത്ത് എ സ്റ്റെതസ്കോപ്പ്. നമ്മൾ സ്കൂൾ കുട്ടികൾ എന്ന നിലയിൽ ഇവിടെ പലതരം വികാരങ്ങളോടെയാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. അധ്യാപകർ എന്ന് പറയുന്നത്, ഞാനൊരു അധ്യാപകനാണ്, അതുകൊണ്ട് നിങ്ങൾക്കറിയാം, അധ്യാപകർ എന്ന് പറയുന്നത് നിസ്വാർത്ഥരായിട്ടുള്ള അവരൊരു സേവനം ചെയ്യുകയാണ്. പക്ഷേ ഈ കൂട്ടത്തിലുള്ള പേരൻസിനെ സംബന്ധിച്ചിടത്തോളം, രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഉൾപ്പെടെ, എനിക്കും 2 പെൺകുട്ടികളാണ്. അപ്പോൾ അവർ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്കൊക്കെ രക്ഷകർത്താക്കൾ എന്ന നിലയിൽ ചില സ്വാർത്ഥതകൾ ഉണ്ടാവും. എന്താണ്? നമ്മുടെ കുട്ടികളും സ്റ്റേജിൽ നന്നായിട്ട് ഷൈൻ ചെയ്യണം, നമ്മുടെ കുട്ടികളും നന്നായിട്ട് പഠിക്കണം, നമ്മുടെ കുട്ടികൾ നന്നായിട്ട് മാർക്ക് വാങ്ങണം. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുട്ടികൾ എന്നല്ല, ഒരു സ്ഥാപനത്തിൻ്റെ, ഒരു സരസ്വതി ക്ഷേത്രത്തിൻ്റെ, വിദ്യാലയത്തിലെ എല്ലാ കുട്ടികളും തങ്ങളുടെ കുട്ടികളാണെന്ന് വിശ്വസിക്കുന്നവരാണ് അധ്യാപകർ. അപ്പോൾ ഇവിടെ ഇങ്ങനെ മനോഹരമായിട്ടുള്ള കലാരൂപങ്ങളൊക്കെ കണ്ടപ്പോൾ എൻ്റെ കോളേജ് ഡേയ്സിലും സ്കൂൾ ഡേയ്സിലേക്കും ഞാൻ കടന്നു. ഞാനും ഇതേപോലുള്ള ഒരുപാട് കലാപരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്, മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ചിലതിനൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ട്, ചിലതിനൊന്നും പ്രൈസ് കിട്ടിയിട്ടില്ല. എലക്യൂഷൻ, റെസിറ്റേഷൻ, മോണോ ആക്ട്, ഫാൻസി ഡ്രസ്, മിമിക്രി, ഡ്രാമ, എല്ലാത്തിനും പങ്കെടുത്തിട്ടുണ്ട് ഞാൻ. ലൈറ്റ് മ്യൂസിക്, ഗ്രൂപ്പ് മ്യൂസിക്, എല്ലാത്തിനും. റെസിറ്റേഷൻ എന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോൾ ഗംഗാധരൻ സാറ് അത്ഭുതപ്പെടുന്നുണ്ടാവും, റെസിറ്റേഷനിലുണ്ടോ, പാട്ടൊക്കെ പാടിയിട്ടുണ്ടാവും. അങ്ങനെയല്ല സാർ, ഞാൻ റെസിറ്റേഷനിൽ പങ്കെടുത്തിട്ടുണ്ട് സ്കൂൾ ഡേയ്സിൽ. ഐ ആം ഗോയിങ് ടു റിസൈറ്റ് എ poem by Lord Tennyson. Home they brought her warrior dead, she no sooner uttered cry, all her maidens watching said, she must weep or she will die. കയ്യടിച്ചതിൽ വളരെ സന്തോഷം. പക്ഷേ സിനിമയിൽ വന്നപ്പോൾ നിങ്ങൾ എന്താ കണ്ടത്? എക്സ്ക്യൂസ് മീ. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നന്നായിട്ട് പഠിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. സയൻസ് എനിക്ക് അല്പം ടഫായിട്ടുള്ള വിഷയമായിരുന്നു. അതുകൊണ്ട് കൂടുതലും ഞാൻ കാണാതെ പഠിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. കാണാതെ പഠിച്ച് ടഫായിട്ടുള്ള വിഷയങ്ങൾ, ആർക്കിമേഡിസ് പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ വിശദീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ അതെന്താണെന്ന് ഡെഫിനിഷൻ ഞാൻ കാണാതെ പഠിച്ചിട്ടുണ്ട്.
Archimedes' principle states that when a body is fully or partly immersed under water, it suffers an apparent loss of water and weight, which is equal to the weight of the water displaced by the body. ബഹളത്തിന്റെ ഇടയിൽ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ Archimedes' principle states that when a body is fully or partly immersed under water, it suffers an apparent loss of weight under water, which is equal to the weight of the water displaced by the body. Weight of the water displaced by the body. പക്ഷേ അങ്ങനെയൊക്കെ പഠിച്ച് കോളേജ് അധ്യാപകനായിട്ട് വന്നു. അധ്യാപകൻ എന്ന നിലയിലും സാമാന്യം നല്ല പേര് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എംകോമിന് റാങ്ക് ഹോൾഡർ ആണെന്നൊക്കെ സ്വാഗത പ്രസംഗ സൂചിപ്പിച്ചു. വളരെ കറക്റ്റാണ്. ടീച്ചിങ്ങും എനിക്കൊരു പാഷനായിരുന്നു. അതുകൊണ്ടാണ് ബാങ്ക് ജോലി ഉപേക്ഷിച്ച് ഞാൻ അധ്യാപനത്തിലേക്ക് കടന്നത്. അധ്യാപനത്തിലേക്ക് കടന്നപ്പോൾ എക്കണോമിക്സും കോമേഴ്സും ബിസിനസ് മാനേജ്മെൻറ്റും ഒക്കെ പഠിപ്പിക്കാൻ എനിക്ക് പ്രത്യേക ഹരമായിരുന്നു. ആർട്സ് വിഷയങ്ങളോട് എനിക്ക് പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. എക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻ തൊട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എക്കണോമിക്സ് ഇസ് ഡിഫൈൻഡ് ആസ് ദ സ്റ്റഡി ഓഫ് മാൻകൈൻഡ് ഇൻ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. ഇറ്റ് എക്സാമിൻസ് ദാറ്റ് പാർട്ട് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ ആക്ഷൻ വിച്ച് ഇസ് മോസ്റ്റ് ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് മെറ്റീരിയൽ റിക്വസിറ്റ്സ് ഓഫ് വെൽ ബീയിങ്. അങ്ങനെയൊക്കെ പഠിപ്പിച്ച ഞാൻ സ്ക്രീനിൽ വന്നപ്പോൾ നിങ്ങൾ കണ്ട കാഴ്ച കാക്കത്തൂറി എന്നാ തോന്നുന്നത്. അപ്പോൾ സ്ക്രീനിലെ ഇമേജ് എന്ന് പറയുന്നത് ഒരു അധ്യാപകന്റെ അന്തസ്സിന് യോജിച്ച വേഷങ്ങളല്ല പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുള്ളത്. സമൂഹത്തിൽ മാതൃകയാകേണ്ട അധ്യാപകനെ നിങ്ങൾ കാണുന്നത് വഴിവക്കിൽ നിന്ന് പെമ്പിള്ളേരുടെ തല്ലുകൊള്ളുന്നതാണ്. അപ്പുക്കുട്ടനെ നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അപ്പുറത്തെ വീട്ടിൽ പുതിയ താമസക്കാരി വരുമ്പോൾ അപ്പുക്കുട്ടനും ആത്മാർത്ഥമായിട്ട് പാടുന്നുണ്ട്. എങ്ങനെ? ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ കുളിരിനോ കൂട്ടിനോ എൻ്റെ കരളിലെ പാട്ടിനോ. കൂടെ പാടിയതിൽ വളരെ സന്തോഷം. ഒരു കഥാപാത്രം നിങ്ങളുടെ മനസ്സിലുണ്ട്. അത് വളരെ സന്തോഷം. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷമാണ്. അപ്പുക്കുട്ടന് ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഏഷ്യാനെറ്റിൽ ഉൾപ്പെടെ അന്നത്തെ പ്രധാനപ്പെട്ട ചാനൽസ് എല്ലാം തന്നെ അപ്പുക്കുട്ടനാണ് മികച്ച കമേഡിയൻ അവാർഡ് തന്നത്. അതിലൂടെ ഒരു കാര്യം സ്ഥാപിക്കുകയായിരുന്നു, കേരളത്തിലെ എല്ലാ ചാനലുകളും സ്ഥാപിക്കുകയായിരുന്നു. എന്ത്? കേരളത്തിലെ ഏറ്റവും വലിയ മണ്ടൻ ജഗദീഷാണ് എന്ന്. അതിനും കൈയടിച്ചോ? അപ്പോൾ ഒരു മണ്ടൻ എന്ന് തോന്നിയെങ്കിൽ സിദ്ദിഖ് ലാൽ പറഞ്ഞത് മണ്ടനാണെങ്കിലും സ്നേഹമുള്ളവരാണ്. അങ്ങനെ മണ്ടത്തരമല്ല, സുഹൃത്ത് ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ് അപ്പുക്കുട്ടൻ്റെ ലക്ഷ്യം എന്നാണ് പറഞ്ഞത്. അപ്പുക്കുട്ടൻ വേണമെങ്കിൽ ഒരു മാതൃകയാണെന്ന് പറയാം. നിങ്ങൾ ഏത് 3 ഭാഗം എടുത്ത് നോക്കൂ. അപ്പുക്കുട്ടൻ ബാക്കിയുള്ളവരെല്ലാം തന്നെ തോമസ് കുട്ടിയും ഗോവിന്ദൻകുട്ടിയും ഒക്കെ തന്നെ മഹാദേവനും ഒക്കെ തന്നെ തമ്മിൽ തല്ലുമ്പോൾ പാച്ചപ്പ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് അപ്പുക്കുട്ടനാണ്. അത് നിങ്ങൾ മറക്കരുത്. അപ്പൊ സുഹൃത്ത് ബന്ധത്തിന്റെ ഒരു പ്രതീകമാണ് അപ്പുക്കുട്ടൻ. ഇവിടെ ഗുഡ് ഷെപ്പേർഡ് സ്കൂൾ, പബ്ലിക് സ്കൂൾ ഇതേപോലെ 35ാമത് വർഷം ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഏറ്റവും ഉദാത്തമായിട്ടുള്ള സേവനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിലാണ്. ഒരു തലമുറയാണ് വാർത്തെടുക്കുന്നത്. ഇവിടെ മാനേജ്മെന്റിന്റെ ഓരോരുത്തരെയായിട്ട് ഞാൻ പരിചയപ്പെട്ടു. ഞാൻ വളരെ നേരത്തെ വന്നു. അവരെല്ലാവരും തന്നെ കഠിനമായ പ്രയത്നം. ഈ ആഘോഷം ഇങ്ങനെ ഒരു രാവ് ഒരുക്കുന്നതിന് വേണ്ടി, ഇങ്ങനെ വിദ്യാർത്ഥികളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി, വിദ്യാർത്ഥികളെ രസിപ്പിക്കുന്നതിന് വേണ്ടി രക്ഷകർത്താക്കളും അധ്യാപകരും എത്രയോ ദിവസത്തെ പരിശീലനമാണ് ഇവിടെ നടത്തിയത്. എന്തിനു വേണ്ടിയാണ്? കുഞ്ഞു മനസ്സുകൾ സന്തോഷിക്കണം, കുഞ്ഞു മനസ്സുകൾ രസിക്കണം. പാഠ്യവിഷയങ്ങളിലുള്ള താല്പര്യം വേണം, തീർച്ചയായിട്ടും വേണം. കുട്ടികൾ നന്നായി പഠിക്കണം. അതെല്ലാവരും പറയുന്നു, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. എല്ലാവരും പറയുന്ന കാര്യമാണ്, കുട്ടികൾ നന്നായി പഠിക്കണം. പഠിച്ച് നിങ്ങളിപ്പോൾ ഒരു മ്യൂസീഷ്യൻ ആവണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ, ഒരു ഗായകനാകണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, ഒരു അഭിനേതാവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു ചിത്രരചനയിൽ പ്രാവീണ്യം നേടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്പോർട്സ് താരമായിട്ട് അറിയപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ചോളൂ. പക്ഷെ അതോടൊപ്പം ഏറ്റവും നല്ല രീതിയിൽ പഠനം കൂടി പൂർത്തിയാക്കുമ്പോഴാണ് വിദ്യാർത്ഥിക്ക് കൂടുതൽ തല ഉയർത്തി നിൽക്കാൻ കഴിയുന്നത്, സമൂഹത്തിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയുന്നത്. ഒരു പണ്ടത്തെ കാലമല്ല. ഇന്ന് വിദ്യാഭ്യാസമുള്ള ഒരു ഗായകന് കൂടുതൽ വില സമൂഹം കൽപ്പിക്കും. വിദ്യാഭ്യാസമുള്ള ഒരു സിനിമാ നടന് സമൂഹം കൂടുതൽ വില കൽപ്പിക്കും. ഇപ്പോൾ പാഷൻ പലതും ഉണ്ടാവും.
സർവീസ് എന്ന രീതിയിൽ ഗംഗാധരൻ സാറ് സമൂഹത്തിന് വേണ്ടി ഇന്ന് നൽകിക്കൊണ്ടിരിക്കുന്ന സേവനം, അതിനുവേണ്ടിയുള്ള ഒരു അംഗീകാരമാണ്. അദ്ദേഹത്തിന് നിരവധി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അവാർഡുകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പുത്തരിയല്ല. ഇന്ന് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ചക്കരപ്പന്തൽ എന്ന് പറഞ്ഞൊരു മാതൃഭൂമി TV-യിൽ വന്ന ഒരു പ്രോഗ്രാം, അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഗീതത്തോടുള്ള താല്പര്യം അത് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. കാരണം ഇത്രയും മികവോടെ ലക്ഷക്കണക്കിന് രോഗികൾക്ക് ആശ്വാസം പകരുന്ന ഒരു ഡോക്ടർ കലയിൽ തൻ്റേതായിട്ടുള്ള ആ സായുജ്യം കണ്ടെത്തുന്നു എന്ന് പറയുമ്പോൾ കലയുടെ പ്രസക്തിയാണ്. ഇവിടെ ഇന്ന് അരങ്ങേറുന്ന ഓരോ ഇനങ്ങളും, ഓരോ പാട്ടും, ഓരോ നൃത്തവും, ഓരോ നാടകവും, അതൊക്കെ തന്നെ വിദ്യാർത്ഥികൾക്ക് അവരുടെ തുറന്ന മനസ്സ്, സാഹോദര്യത്തിൽ വിശ്വസിക്കുന്ന തരത്തിൽ, മതസൗഹാർദ്ദത്തിൽ വിശ്വസിക്കുന്ന തരത്തിൽ, മത നിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന തരത്തിൽ, ഈശ്വരൻ എന്ന് പറയുന്നത് എന്താണ്? അവരവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ആരെ വേണമെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. പള്ളിയിലോ മോസ്കിലോ ക്ഷേത്രത്തിലോ ഒക്കെ പോയി പ്രാർത്ഥിച്ചോളൂ. അവനവൻ്റെ മനസ്സിൽ ഈശ്വരനുണ്ടെന്ന് വിശ്വസിക്കുന്നെങ്കിൽ അങ്ങനെ. എന്തായാലും മനസ്സിൽ ഈശ്വരനുണ്ടാകണം. കബീർദാസ് പറഞ്ഞിട്ടുള്ളത്, തേരാസായി തുഷ്മേ ജോ പുഹുപനമേ ബാസ് കസ്തൂരി ക മിരുഗ് ജോ ഫിർ ഫിർ സൂഖേ ഖാസ്. കബീർദാസ് പറയുന്നത് എന്താണെന്ന് വെച്ചിരുന്നാൽ, ഓരോരുത്തരുടെ ഉള്ളിലും ഈശ്വരനുണ്ട്, പക്ഷെ അത് അറിയുന്നില്ല, അവരറിയുന്നില്ല. അറിയാതെ എന്ത് ചെയ്യുന്നു? കസ്തൂരി മൃഗത്തെ പോലെ, കസ്തൂരി മൃഗത്തിൻ്റെ നാഭിയിൽ കസ്തൂരിയുണ്ട്. അതറിഞ്ഞിട്ടും കസ്തൂരി വിചാരിക്കുന്നത് ഈ പുല്ലിൽ എവിടെയോ കസ്തൂരി ഉണ്ടെന്ന് പറഞ്ഞ് പുല്ലിൽ ഇങ്ങനെ മണപ്പിച്ച് നടക്കുകയാണ്. അപ്പോൾ ഉള്ളിലുള്ള കസ്തൂരിയെ വെളിയിൽ തിരയുന്ന കസ്തൂരിമാനിനെ പോലെയാണ് നമ്മളെല്ലാവരും. നമ്മുടെ ഉള്ളിൽ ഈശ്വരനുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരൻ എന്താണ്? നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരു കൂട്ടുകാരൻ്റെ പ്രയാസം എന്തെന്ന് മനസ്സിലാക്കി അവനെ ആശ്വസിപ്പിക്കുമ്പോൾ നിങ്ങളിലുള്ള ഈശ്വരൻ പുറത്തു വരുന്നു. നിങ്ങളുടെ അച്ഛനമ്മമാർ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങൾ പഠിക്കുമ്പോൾ, അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ, നിങ്ങളുടെ മനസ്സിൽ ഈശ്വരൻ വെളിയിൽ വരുന്നു. അച്ഛനമ്മമാരെ ബഹുമാനിക്കാൻ നിങ്ങൾ പഠിക്കുമ്പോൾ, അത് സ്വയം ആരെങ്കിലും പറഞ്ഞു തന്ന് പഠിപ്പിക്കേണ്ട കാര്യമല്ല. അച്ഛനും അമ്മയും നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഉറക്കമഴിയുന്നുണ്ട്. ഇന്നിവിടെ വന്ന രക്ഷകർത്താക്കൾ എന്താണ് അവരാഗ്രഹിക്കുന്നത്? മറ്റൊന്നുമല്ല, നിങ്ങളുടെ സന്തോഷമാണ്. നിങ്ങളിവിടെ വന്ന് ഈ കലാപരിപാടി കാണണം, സ്കൂളിൻ്റെ കലാപരിപാടികളെല്ലാം കാണണമെന്ന് അവരാഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ സന്തോഷമാണ് അവരാഗ്രഹിക്കുന്നത്. ചിലപ്പോൾ പഠനത്തിൻ്റെ പേരിൽ അവരല്പം ക്ഷോഭിച്ചെന്നിരിക്കാം, ചിലപ്പോൾ അല്പം കയർത്ത് സംസാരിച്ചെന്നിരിക്കാം. കയർത്ത് സംസാരിക്കണം എന്ന് ഞാൻ പറയില്ല, പക്ഷെ കയർത്ത് സംസാരിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, അവരോട് എനിക്ക് പറയാനുള്ളത്, അത് അവരുടെ ആഗ്രഹമുണ്ട്. ആഗ്രഹം കൊണ്ട് മാത്രമാണ് നിങ്ങളോട് അല്പം ക്ഷോഭിച്ച് സംസാരിക്കുന്നത്. ഒരു അധ്യാപകൻ അല്പമൊക്കെ വഴക്ക് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാവിയെ കരുതിയാണ്. നിങ്ങൾ ഉയർന്ന നിലയിൽ എത്തിച്ചേരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അധ്യാപകരും രക്ഷകർത്താക്കളും എല്ലാവരും. ഒരു വിദ്യാലയത്തിൽ നിങ്ങൾ പഠിക്കുന്നത് നിങ്ങളുടെ ഫൗണ്ടേഷനാണ്. ഒരു വീടിൻ്റെ ഫൗണ്ടേഷൻ പോലെയാണ് വിദ്യാർത്ഥി ജീവിതം. ഇവിടെയാണ് നിങ്ങളിലെ ഒരു സിറ്റിസൺ, ഒരു പൗരൻ രൂപപ്പെടുന്നത്. ഇവിടെ കൂട്ടുകാരോട് സ്നേഹത്തോടെ പെരുമാറി, സന്തോഷത്തോടെ പെരുമാറി, അങ്ങോട്ടും ഇങ്ങോട്ടും കളികളിൽ ഏർപ്പെട്ട്, കലാമത്സരങ്ങളിൽ ഏർപ്പെട്ട്, കലാപരിപാടികളിൽ പങ്കെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളിലുള്ള മനുഷ്യൻ വെളിയിൽ വരും. അത് ഗ്രാജ്വലി കൂടുതൽ തുറന്ന മനസ്സോടെ ലോകം തന്നെ ഒന്നായിട്ട് കാണാനുള്ള, ജാതി മത ചിന്തകൾക്ക് അതീതമായി കൂട്ടുകാരനെ കാണാനും, കൂട്ടുകാരൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടാനും, അവന് സന്തോഷം വരുമ്പോൾ നമ്മളും സന്തോഷിക്കാനും, അവന് ദുഃഖം വരുമ്പോൾ അവനെ ആശ്വസിപ്പിക്കാനും ഒക്കെ അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മളിലുള്ള ഈശ്വരൻ പുറത്തു വരുന്നു. അപ്പോൾ ഈ നിങ്ങളിലുള്ള ഈശ്വരൻ എന്ന് പറയുന്നതാണ് അവനവൻ ചെയ്യേണ്ട. നമ്മളെല്ലാവരും റൈറ്റ്സിനെ കുറിച്ചും അവനവൻ്റെ അവകാശങ്ങളെക്കുറിച്ച് നമ്മളെല്ലാവരും പറയും. പക്ഷെ നമ്മുടെ ഡ്യൂട്ടീസ് ഉണ്ട്. വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നിങ്ങളുടെ ഡ്യൂട്ടി എന്താണ്? ഞാൻ പറയാം, നിങ്ങളുടെ ഒരു എളുപ്പമാർഗം, ഇത് ഞാൻ ഉപദേശമൊന്നുമല്ല, നിങ്ങളുടെ ഒരു വലിയ എന്താ പറയുക അധ്യാപകൻ എന്ന നിലയിലോ ഒന്നുമല്ല പറയുന്നത്, ഒരു ചെറിയ ടിപ്പാണ്. നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് രസമില്ലേ? നിങ്ങൾ ഒരു നാടകത്തിൽ അഭിനയിക്കുമ്പോൾ നിങ്ങൾക്ക് രസമില്ലേ? ഒരു പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് രസമില്ലേ? TV കാണുമ്പോൾ രസമില്ലേ? അതേപോലെ രസമുള്ള ഒരു ഏർപ്പാടാണ് പഠിക്കുന്നതും എന്ന് കരുതിയാൽ മാത്രം മതി. വളരെ എളുപ്പമാണ്. പഠനം വരുമ്പോൾ അയ്യോ പഠിക്കാനുണ്ട്, എക്സ്പ്രഷനൊക്കെ, അതിൻ്റെ കാര്യമില്ല. പഠനത്തിൻ്റെ കാര്യം പറയുമ്പോഴും നിങ്ങൾ TV കാണണം. ഇന്ന് ഞാൻ സിനിമ കാണും, അപ്പോൾ എങ്ങനെ എക്സ്പ്രഷൻ കണ്ടോ, കണ്ണൊക്കെ ബ്രൈറ്റായിട്ട് ഇങ്ങനെയാണ്. പഠിത്തത്തിൻ്റെ കാര്യം പറയുമ്പോൾ കുറച്ച് വിദ്യാർത്ഥികളെങ്കിലും ഒരുപാട് പഠിക്കാനുണ്ട്, ആ എക്സ്പ്രഷൻ മാറേണ്ട കാര്യമില്ല. ഞാൻ കാണിക്കുന്ന എക്സ്പ്രഷനിൽ നിങ്ങൾ പഠിത്തത്തെക്കുറിച്ച് കണക്കാക്കി നോക്കൂ.
ഇന്ന് കുറച്ച് പഠിക്കണം. എങ്ങനെയുണ്ട്? അപ്പക്കുട്ടൻ്റെ ഒരു എക്സ്പ്രഷൻ കിട്ടിയില്ലേ? അത് വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ രാത്രി മുഴുവൻ പഠിക്കണമെന്ന് പറയില്ല, അന്നന്ന് പഠിക്കുന്ന അന്നന്ന് പഠിച്ചു പോയാൽ അത് തന്നെ നല്ല കാര്യമാണ്. അപ്പോൾ സ്കൂളിൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലും ആസ്വദിക്കുക. അതിൽ കലയുണ്ട്, കായിക പ്രവർത്തനങ്ങളുണ്ട്, പഠനമുണ്ട്, അധ്യാപകർ പറയുന്ന അനുസരിക്കുന്ന കാര്യമുണ്ട്, സാമൂഹ്യമായിട്ടുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ച് മനസ്സിലാക്കലുണ്ട്. അതിൽ കുറേ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരും, കുറേ കാര്യങ്ങൾ അനുഭവങ്ങളിലൂടെ നമ്മൾ ആർജിച്ചെടുക്കുക. ഇവിടെ ഈ പരിപാടികൾ ഇത്ര കൃത്യതയോടെ സ്തുത്യർഹമായി ഓർഗനൈസ് ചെയ്യുമ്പോൾ ഓർഗനൈസേഷനെ കുറിച്ച്, സംഘാടനത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് ഇത്? നിങ്ങളുടെ സ്കൂൾ പ്രമിസസിലല്ല, ഇത്രയും പേരെ സംഘടിപ്പിക്കാൻ വേണ്ടി ഇത്രയും വലിയൊരു വിദ്യാലയം ഒരു വാർഷികാഘോഷം സംഘടിപ്പിക്കുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളിക്കണം എന്ന് കരുതിയാണ് ഇത്രയും വലിയൊരു ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കപ്പെടുന്നത്. അപ്പൊ സംഘാടനത്തിന്റെ മികവ്, അവിടെ ആങ്കർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ, അവര് ഈ പ്രാവശ്യം ആങ്കർ ചെയ്യുമ്പോൾ അടുത്ത വർഷം ആങ്കർ ചെയ്യുന്നത് വേറെ കുട്ടികളായിരിക്കും. ഈ മനോഹരമായ ആങ്കർ ചെയ്യുന്ന കുട്ടികളെ കണ്ട് ഉൾക്കൊണ്ട് എങ്ങനെ അടുത്ത വർഷം ഇതേപോലെ അല്ലെങ്കിൽ ഇതിനേക്കാളും മനോഹരമായി ആങ്കർ ചെയ്യാമെന്ന് നിങ്ങൾക്കിപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയും. ആങ്കർ എല്ലാവർക്കും അവസരങ്ങൾ കിട്ടിയെന്ന് വരില്ല, പക്ഷേ കിട്ടുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഈ കണ്ടും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. സംഗീതം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടില്ല, പക്ഷേ എൻ്റെ കേട്ടറിവാണ്, എൻ്റെ സംഗീതത്തോടുള്ള താല്പര്യം മാത്രമാണ്. അപ്പോൾ ഇത്രയുമൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. വളരെ സന്തോഷമുണ്ട്. ഇന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഗംഗാധരൻ സാറ് പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ ഇതേപോലെ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ വളരെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ എന്നെ ഇവിടെ ക്ഷണിച്ചത് അച്ചൻകുഞ്ഞ് അച്ചായനെന്ന് ഞങ്ങളെല്ലാം വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തു കൂടിയായ വർഗീസ് സാറാണ് എന്നെ ഇവിടെ ക്ഷണിച്ചത്. അത് ക്ഷണിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ഈ വിദ്യാലയത്തിൻ്റെ മെറിറ്റിനെ കുറിച്ചൊക്കെ അറിഞ്ഞു. പിന്നെ നമ്മുടെ സുനിത മാഡവുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. വളരെ സന്തോഷം തോന്നി. അപ്പോൾ ഇന്ന് ഇത്രയും ഗംഭീരമായ ഒരു ചടങ്ങ് ഈ രീതിയിൽ ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു പാട്ട് പാടുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ ഞാൻ അല്പം ഈ ചടങ്ങ് ഇത്രയും ഗംഭീരമായതുകൊണ്ട് ഒരു ബഹളം എന്നതിനപ്പുറം ഓർമ്മകളെക്കുറിച്ച് ഉള്ള ഒരു പാട്ടാണ് പാടുന്നത്. അത് ONV സാറിൻ്റെ വരികളാണ്, സലീൽ ചൗധരിയുടെ സംഗീതമാണ്. പ്രതീക്ഷ എന്ന ചിത്രത്തിലെ ഒരു പാട്ട് പാടി എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. നിങ്ങൾ തന്ന ആവേശകരമായ സ്വീകരണത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഒരു സിനിമാ നടൻ ഇത്രയും, ഞാൻ ഭംഗി വാക്കല്ല, ഇത്രയും ആവേശത്തോടെ സ്വീകരിച്ച ഒരു ഓഡിയൻസ് വേറെ ഇല്ല. കാരണം ഒരു കയ്യടിക്ക് അൽപ്പുറം ഒരു പാട്ട് പാടുമ്പോൾ കൂടെ പാടുക എന്ന് പറയുമ്പോൾ അതൊരു ക്യാരക്ടറിനോട് നിങ്ങൾ നൽകുന്ന സ്നേഹമാണ്. ആ സ്നേഹം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിലുള്ള ചാരിതാർത്ഥ്യത്തോടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ ഗാനം ആലപിക്കുന്നു. ഓർമ്മകളേ കൈവള ചാർത്തി വരൂ വിമുഖമേ വേദിയിൽ, ഏതോ സ്വഗാന്തരാഗം ഏതോ ഗന്ധർവൻ പാടുന്നു. ഓർമ്മകളേ കൈവള ചാർത്തി വരൂ വിമുഖമേ വേദിയിൽ, ചിലങ്കകൾ പാടുന്നു അരികിലാണോ, വിപഞ്ചികൾ പാടുന്നു അകലെയാണോ, ചിലങ്കകൾ പാടുന്നു അരികിലാണോ, വിപഞ്ചികൾ പാടുന്നു അകലെയാണോ, വിഷാദ തീരങ്ങളൻ വിരുന്നുകാരാ. ഓർമ്മകളേ കൈവള ചാർത്തി വരൂ വിമുഖമേ വേദിയിൽ, മധുപാത്രമെങ്ങോ ഞാൻ മറന്നുപോയി, മനസ്സിലെ ശാരിക പറന്നുപോയി, മധുപാത്രമെങ്ങോ ഞാൻ മറന്നുപോയി, മനസ്സിലെ ശാരിക പറന്നുപോയി, വിദൂര തീരങ്ങളെ
അവളെ കണ്ടോ ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമേ വേദിയിൽ.